രാജ്യത്ത് തോട്ടിപ്പണി ചെയ്യുന്നവർ ഇല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ ഇപ്പോഴും കൈകൊണ്ട് തോട്ടിപ്പണി ചെയ്യുന്നവർ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. 2018 സർവേ അനുസരിച്ച് മാനുവലായി തോട്ടിപ്പണി ചെയ്യുന്ന 60,000 ആൾക്കാർ രാജ്യത്ത് ഇപ്പോഴുമുണ്ടെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ മോദി ഗവൺമെന്റ് അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഗവൺമെന്റിന്റെ തന്നെ കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ 377 പേർ മരിച്ചു എന്നാണ്. തോട്ടിപ്പണി ചെയ്യുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന വീഡിയോ മലയാളത്തിൽ ഇതാ. ഒന്നാമത്തേത് കൈകൊണ്ട് തോട്ടിപ്പണി ചെയ്യുന്നവർ. സെപ്റ്റിക് ടാങ്ക് മാനുവലായിട്ട് ക്ലീൻ ചെയ്യുന്ന പണി ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നു. കേന്ദ്രമന്ത്രിക്ക് ഒരു പണിയേ ഉള്ളൂ, പാർലമെന്റിൽ വന്ന് പറയുക രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം നിലവിലില്ല എന്ന്. എന്നാൽ സത്യം അതല്ല. ഇപ്പോഴും രാജ്യത്ത് മാനുവലായിട്ട് തോട്ടിപ്പണി ചെയ്യുന്നവരുണ്ട്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ജമ്മു കാശ്മീർ, ജാർഖണ്ഡിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സ്ത്രീകൾ കൈകൊണ്ടാണ് ഇപ്പോഴും തോട്ടിപ്പണി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ? ഇപ്പോഴും ഈ പണി തുടരുന്നവർക്ക് ഗവൺമെന്റ് ഒരു പുനരധിവാസ സൗകര്യങ്ങളും നൽകുന്നില്ല. അവർ 5-10 വർഷമായി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ബഡ്ജറ്റ് ഉണ്ട്, പക്ഷേ ചെലവഴിക്കുന്നില്ല. 2010 ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് 1000 കോടി രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. 2013 സർക്കാർ മാറിയപ്പോൾ അത് 10 കോടിയായി വെട്ടിക്കുറച്ചു. പിന്നീട് 5 കോടിയായി. ഇപ്പോൾ അത് 0 ആയി. ഒരു പൈസ പോലുമില്ല. അതിന് കാരണം അങ്ങനെയൊരു സംഭവമില്ലെന്ന് അവർ പറയുന്നതുകൊണ്ടാണ്, അല്ലേ? എത്ര ആളുകൾ ഇപ്പോഴും ഈ പണി ചെയ്യുന്നു? കുറഞ്ഞത് 10,000-നും 16,000-നും ഇടയിൽ ആൾക്കാർ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തോട്ടിപ്പണി ചെയ്യുന്നവർക്ക് ഒരു പാക്കേജ് ഉണ്ടാക്കി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് പണം നൽകുക. ഇവർ 5 തലമുറയായി ഈ പണി ചെയ്യുന്നവരാണ്. അധികാരികൾക്ക് ഇവർ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. The district authority can identify them. वो एक होगा. രണ്ടാമത്തെ കാര്യം, സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കുന്നവർ പണിക്കിടയിൽ മരണപ്പെടുന്നു. ഇത് പതിയെ വർദ്ധിച്ചു വരികയാണ്. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ 5 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. എന്നാൽ അത് ക്ലീൻ ചെയ്യുന്നത് യന്ത്രവൽക്കരിച്ചില്ല. 3-4 വർഷങ്ങൾക്ക് ശേഷം മരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. 2020 400 പേർ. എന്തുകൊണ്ടാണ് മരണങ്ങൾ സംഭവിക്കുന്നത്? ഇങ്ങനെ ഉണ്ടാക്കിയ ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യാൻ മെഷീനുകൾ ഒന്നുമില്ല, മാനുവലായിട്ട് ക്ലീൻ ചെയ്യണം. അതിനാൽ എല്ലാ സ്വച്ഛ് ഭാരത് ടോയ്ലറ്റ് അതെ, സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി മാനുവലായി ക്ലീൻ ചെയ്യണം. അങ്ങനെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളാണ് ഇവർ. എന്റെ പിതാവ് ഇങ്ങനെ തോട്ടിപ്പണിക്കിടയിൽ മരണപ്പെട്ടതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അതിലേക്ക് വീണാണ്. നിങ്ങളുടെ ആരാണ് മരിച്ചത്? എന്റെ ഭർത്താവ്. സെപ്റ്റിക് ടാങ്കിൽ പണിതുകൊണ്ടിരുന്നയാളെ രക്ഷിക്കാൻ കൈപിടിച്ച് കയറ്റാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹവും അതിലേക്ക് വീണ് 2 പേരും മരണപ്പെട്ടു. ഇങ്ങനെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട 1760 പേർ വർഷങ്ങളായി നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുകയാണ്. അവർക്ക് 30 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. പക്ഷേ ഇതുവരെ നൽകിയില്ല. ഇവരുടെ ക്ഷേമത്തിനു വേണ്ടി വളരെയേറെ ഉത്തരവുകൾ ഇട്ടിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നു.